ഇയാള് വരേണ്ട സമയമായില്ലല്ലോ പിന്നെ കൊള്ളാല കുട്ടിയോട് എന്തോ അത്യാവശ്യം ഞാൻ വരണോ? ഇല്ല ഒരു കാര്യം പറഞ്ഞാട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്, തല വെട്ടിക്കാതെ നോക്കണം. ആ ഓഡിയൻസിന്റെ ഇടയ്ക്കേ ആ നടുക്കിരിക്കണ കറുത്ത ടീഷർട്ട് ഇട്ട് കൊടുത്താൽ നോക്ക് നോക്ക്, അവൻ കാണരുതേ, ശ്രദ്ധിക്കരുത്. അവനാള് പ്രശ്നമാണ്. അവൻ പ്രശ്നമാണ്. ഞാൻ രാവിലെ തുടങ്ങി നോട്ടുവിട്ടതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 25 ഇഡ്ഡലി, 5-6 പുഴുങ്ങിയ മുട്ട, കുറെ 2-3 ഏത്തപ്പഴം പുഴുങ്ങിയത്, പിന്നെ കുറെ സാമ്പാറും ചട്നിയൊക്കെ അവനാണ് തീർത്തത്. അവരെ നോട്ട് ചെയ്ത് വെച്ചേക്കണ. അതൊന്നും ഒരു പ്രശ്നമല്ല, അവനെ കൊണ്ട് നമുക്ക് ലാഭമുണ്ട്. അവനെ കൊണ്ട് എന്ത് ലാഭം ഇത്ര തീറ്റ നിന്നിട്ട്? അവനെ ഒരാളെ കൊന്നിട്ട് 8 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ആളാ അവൻ. അവിടെ നിന്ന് ജയിലിൽ ചാടിയ പിടികിട്ടാ പുള്ളിയാണ്. അവനെ പിടിച്ചു കൊടുത്താലേ 15 ലക്ഷം രൂപ കിട്ടും. അത് തനിക്ക് എങ്ങനെ പിടി കിട്ടി? കിടക്കണം, മൊബൈലിൽ മെസ്സേജ് ആയിട്ട് വന്നേക്കണ കണ്ടില്ലേ? പിടികിട്ടാ പുള്ളി പിടിച്ചു കൊടുത്താൽ 15 ലക്ഷം രൂപ. എന്താ? അതെ, നമുക്കൊരു ലോട്ടറി അടിച്ചു. പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല. സൂപ്പർ സൂപ്പർ. അതെ, ഈ 15 ലക്ഷം ലോട്ടറി അടിച്ചല്ലേ ഞാൻ കാരണം. ഓണം മെമ്പറാണോ? ഓണം മെമ്പർ അടിച്ചു. ലോട്ടറി ഓണം മെമ്പർ അടിക്കേ, ഓണം മെമ്പർ അടിക്കേ, ഓണം മെമ്പർ. ചെറിയ ലോട്ടറി. അപ്പൊ നമുക്കിനി എല്ലാ ഫണ്ട് ഇഷ്യൂസും എല്ലാവർക്കും ബിരിയാണി, എല്ലാവർക്കും ബിരിയാണി. അതെ, 15 ലക്ഷം രൂപയാണ് മൊത്തം ലോട്ടറി അടിച്ചത്. ലോട്ടറി എടുത്തത് ഞാനാണല്ലോ. അതുകൊണ്ട് 13 ലക്ഷം എനിക്ക്, 2 ലക്ഷം രൂപ. 15 ലക്ഷം നിനക്കാ ലോട്ടറി അടിച്ചിട്ട്. എന്റെ ഫ്ലോറിൽ വന്നിട്ടാണല്ലോ ഈ ലോട്ടറി അടിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കിട്ടണേന്ന് 10 ലക്ഷം രൂപ ഞാൻ എടുക്കും. ബാക്കി 5 എനിക്ക്. അല്ല, ബാക്കി 4 അരി കൊടുക്കണ്ടേ? പിന്നെ അമ്മച്ചിക്ക് ഒരു 50,000 രൂപ. ഞാൻ 80. എനിക്ക് 80 വയസ്സായി. വയസ്സിന്റെ കാര്യമല്ല പറഞ്ഞത്, പൈസ കാര്യം പറഞ്ഞത്. 50. പിന്നെ ബാക്കി നഴ്സിന് കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 25,000 രൂപ അങ്ങോട്ട് തരും. 25,000 രൂപയോ? 25,000 രൂപ അല്ല, 25,000 TDS പോവും, GST പോവും, എല്ലാം കൂടി കഴിഞ്ഞിട്ട് എന്നോട് കടം മേടിച്ചതൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഒരു 5,000 രൂപ അങ്ങോട്ട് തരും. 5,000 രൂപ 3,000 രൂപ പെണ്ണോട് തരും. അതെ, 5,000 എങ്കിൽ 5,000 സമ്മതിച്ചു. അവനെ ഫ്ലോറിൽ നിന്ന് പോകാതെ നോക്കണം. അതിന് ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷാരട്ടിനെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഷാരേ, ഹലോ. എന്റെ ഒരു ഗസ്റ്റ് ഒരു 1 man ഷോ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡപ്പ് കോമഡി, അത് ഒരവസരം. അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? ശരിക്കും പിന്നെ ഞങ്ങളുടെ പരിപാടിയല്ലേ ചേട്ടാ. അപ്പൊ നമ്മള് ഓഡീഷൻ ഒക്കെ വന്നിട്ടല്ലേ കുട്ടികളെ ചെയ്യുന്നല്ലേ? നമ്മളിവിടെ ഓഡീഷൻ ചെയ്യാതെ ഒരാളെ എടുത്തിട്ടില്ല. ലോട്ടറി ഒക്കെ അടിച്ചേക്കണല്ലേ? ആളാരാ? ആളൊരു പ്രതിയാണ്. പ്രതിയോ? പ്രദീപ്. പ്രദീപ് എവിടെയാ എവിടെ? നമ്മുടെ പ്രദീപ്. ഒന്ന് ക്ഷണിച്ചേ. പുള്ളി ചെയ്യുമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. എന്താണ് കബഡി കളിക്കുകയാണ്? സ്ഥലം വരുള്ളൂ. നമസ്കാരം പ്രദീപ്. അപ്പൊ പ്രദീപ് ഏട്ടനാണ് സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? ആണോ? അത് കുഴപ്പമില്ല, രമേശ് ഏട്ടാ നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ പറയട്ടെ, പുള്ളി ഇപ്പൊ സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. അതെന്താ പുള്ളിനെ ഇവിടെ പിടിച്ചിരുത്തേണ്ട ആവശ്യമുണ്ട്. പിടിച്ചിരുത്തേണ്ട കണ്ടസ്റ്റന്റ് അല്ലേ? എന്തായാലും അവര് കാര്യമുണ്ട്, എന്നാ ചെയ്തോട്ടെ. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഈ കുറ്റവാളികളെ ഏറ്റവും കൂടുതൽ താമസിപ്പിക്കുന്ന വിയ്യൂർ എന്ന സെൻട്രൽ ജയിലിന്റെ അടുത്താണ് ഞാൻ വരുന്നത്. പേരും ഈ സ്ഥലവും പറയുമ്പോൾ ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ബേബിച്ചന്റെ ആളായതുകൊണ്ട് ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട്. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിലെ ഒരു അമ്മാവന്റെ കഥയാണ്. അല്ല, അവരെ എൻകറേജ് ശരി, കളിയാക്കണ പോലെ ഈ ഗ്രാമത്തിലെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അമ്മാവനാണ്. സാധാരണ സ്റ്റാൻഡപ്പുകാർ വന്നിട്ട് അവനോന്റെ അമ്മാവനെ വെല്ലോന്റെ അമ്മാവൻ എന്ന് പറഞ്ഞ് കഥ പറയും. ഞാനിത് എന്റെ അമ്മാവന്റെ തന്നെ. എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധനായ നല്ലൊരു തമാശക്കാരനായ ഒരു അമ്മാവനാണ്. അമ്മാവന് 2 മക്കളുണ്ട്. ഈ 2 മക്കളും വിദേശത്താണ്. ആക്കിയചിരി പോലെ ഉണ്ടല്ലോ. ഈ അമ്മാവന്റെ 2 മക്കളും വിദേശത്താണ്. അപ്പൊ ഈ അമ്മാവന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയി.
ഒളിച്ചോടി പോയി അമ്മാവന്റെ ഭാര്യ വേറെ ആളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒളിച്ചോടി പോയതെന്ന്. ഒളിച്ചോടി പോയതല്ല. രാവിലെ 10 മണിയായിട്ട് അമ്മാവൻ ഉറക്കം എനിക്കാണ്ടായപ്പോ അമ്മാവനെ വിളിച്ചു ഉണർത്തിയിട്ട് അവന്റെ കൂടെ ഓടിപ്പോയതെന്ന്, നടന്ന് പോയതാണ്. അങ്ങനെ പോയ അപ്പൊ അമ്മാവൻ വീട്ടിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോ അമ്മാവന്റെ വീട്ടിലെപ്പോഴും കാക്കാനായിട്ട് അമ്മാവനെ കാക്കാനായിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്മാവന്റെ വീട്ടിലേക്ക് ചെല്ലും. അമ്മാവന്റെ വീട്ടിൽ ഇങ്ങനെ ചെന്ന് അമ്മാവന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങും. അമ്മാവൻ ഒരു മുറി കിടക്കണു, ഞാൻ ഒരു മുറിയിൽ കിടക്കണ. ഒരു ദിവസം ഈ വെളുപ്പിന് 3 മണിയായപ്പോ, ഈ വെളുപ്പിന് 3-ഉം ഉച്ചയ്ക്ക് 3-ഉം ഭയങ്കര പ്രശ്നമുള്ള സമയമാണ്, ഭയങ്കര ഉറക്കം വന്ന സമയമാണ്. അതുകൊണ്ട് വെളുപ്പിന് 3 മണിക്കൊക്കെ ആക്സിഡന്റുകൾ കൂടുതൽ സംഭവിക്കുന്നതും ഈ തിയേറ്ററിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് മാറ്റിനി കൊടുക്കുന്നതും. ഇതിപ്പോ കൊറേ ആയി ഇത് നിർത്തിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? വേറെ കോമഡി ഇനി വന്നേ ഉള്ളൂ. ശരിക്കുള്ള കോമഡി വന്നേ ഉള്ളൂ. എന്തിനാണ് ഇത് ചെയ്യിക്കുന്നത്? പുള്ളിന് നമുക്ക് ഇവിടെ പിടിച്ചെടുത്തിട്ട് കണ്ടല്ലേ. സാമ്പത്തിക ലാഭം ഉണ്ടെന്ന് വിചാരിച്ചോ? ആണോ? കണ്ടിന്യൂ. അപ്പൊ ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോ എനിക്ക് വെളുപ്പിന് 3 മണിയായിരുന്നു ഭയങ്കര വിശപ്പ് വന്നു. അപ്പൊ അമ്മാവന്റെ അടുത്ത് ചെന്ന് വിളിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അമ്മാവന്റെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്മാവന്റെ അടുത്ത് ചെന്ന് അമ്മാവനെ അറിയിക്കാതെ പമ്മി 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 ചെന്ന് അമ്മാവൻ കിടക്കണ മുറിയുടെ വാതിൽ പതുക്കെ തുറന്നിട്ട് അമ്മാവന്റെ അലമാര കുത്തി തുറന്ന് ഇച്ചിരി ഭക്ഷണം എടുത്ത് ഞാൻ കഴിച്ച് എന്റെ വിശപ്പ് മാറ്റി വീണ്ടും അമ്മാവന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോ ഓട് വീണ് അമ്മാവന്റെ തലയെ പൊട്ടി പൊളിഞ്ഞ് ചോര വാർന്ന് അമ്മാവൻ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ പോലീസ് വന്നിട്ട് നീ ആ വിശപ്പിന് പകരം ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഓടെടുത്ത് തലക്കടിച്ച് അമ്മാവനെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ പേരിൽ കൃത്രിമ കേസ് ഉണ്ടാക്കി എന്നെ ജയിലിലടച്ച്. അങ്ങനെ 8 കൊല്ലം ഞാൻ ജയിലിൽ ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ പോലെ വന്നിട്ട് എന്റെ ജീവിതം ഇങ്ങനെ നീണ്ടുപോയി. ഇതോടുകൂടി താങ്ക് യു. സംഗതി പൊളിച്ചു. ഒരു ജഡ്ജ്മെന്റ് എടുത്തവരാ? കഴിഞ്ഞ പെർഫോമൻസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. താങ്ക് യു. അജയ് ചേട്ടോ, എന്തോ പെർഫോമൻസ് ആയിരുന്നു. ആയിരുന്നല്ലേ? നല്ല ഇതുണ്ട്. പക്ഷെ എനിക്ക് ഇത് നന്നായിരുന്നു. താങ്ക് യു. അതെ. പിന്നെ ഇത് കുറച്ചും കൂടി ഒരു രണ്ട് ഒരു ബേബി സാറെ പൈസ മുടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ജഡ്ജ്മെന്റ് നീട്ടാനൊന്നും പറ്റൂല. ഇത് എത്ര നേരം എന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കും. ലാഗടിക്കില്ലേ ആൾക്കാർക്ക്? ഞാൻ എന്തിനാന്ന് ഇത് ജഡ്ജ് ചെയ്യുന്നത് വെറുതെ ഇരുന്നിട്ട്? പറഞ്ഞു തരാം. ആ നിക്കണതേ ഒരു പിടികിട്ടാപ്പുള്ളിയാണ്. അവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കണം. പോലീസെ അവന്റെ തലക്ക് 15 ലക്ഷം രൂപ വില ഇട്ടേക്കണത്. പേടിക്കണ്ട, എല്ലാ ഡോറുകളും അടച്ചിട്ടുണ്ട്. അവന് രക്ഷപ്പെടാൻ പറ്റൂല. നീ വെട്ടോ. ഹലോ ഹലോ. അയ്യോ അത് ഇതിപ്പോ പ്രശ്നം. അയ്യോ ആ ഇംഗ്ലീഷൊക്കെ അറിയാമോ? അമ്മേ അയ്യോ. എല്ലാ ആഭരണങ്ങളും ഊരിക്കോ. ഊരിയെടുത്തോ. ഇതെടുത്തോ. എന്റെ തോക്ക് മാറ്റിക്കോ. എന്റെ കാശ് എന്റെ അല്ല ഊരാനൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ആഭരണങ്ങളും എല്ലാം തരണം. 2 സെലിബ്രിറ്റികൾ വെടിവെച്ചുകൊല്ലും. അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. സമാധാനമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. എന്താ വേണ്ടെന്ന് പറയാം. ഇപ്പൊ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തു. രക്ഷപ്പെടാനുള്ള വാഹനമാണോ വേണ്ടത്? എനിക്ക് രക്ഷപ്പെടാൻ ഒരു വാഹനവും ജീവിക്കാൻ അത്യാവശ്യമായി 2 ലക്ഷം രൂപയും വേണം. നമ്മള് എന്റെ വളയെ കൊണ്ടുകൊണ്ടാ. തോക്ക് കൊണ്ടുകൊണ്ടാ. തോക്കും കൊണ്ടുകൊണ്ടാ. മാറ ആടിക്കളിക്കടാ കുഞ്ഞിരാമ, ചാടിക്കളിക്കടാ കുഞ്ഞിരാമ. മാപ്പോറടാ പിഷാരടിനോട് മാപ്പോറടാ. ബാക്കി പറ. ഇനി പറ. എന്റെ പൊന്നമ്മച്ചി ബേബി സാറെ, പിഷാരടി സാറെ, ഞാൻ നിങ്ങൾക്ക് സറണ്ടർ ആയിന്ന്. തോക്ക് മാറ്റ്. ഇപ്പൊ നിങ്ങൾ എന്നെ പിടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ കിട്ടും. ഞാൻ നിങ്ങൾക്ക് സറണ്ടർ ആയി. അല്ല, ഞാൻ പോലീസിന് നേരിട്ട് സറണ്ടർ ആയാൽ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ കിട്ടുമോ? അത് കിട്ടൂലല്ലോ. അപ്പൊ ഞാൻ കാരണം നിങ്ങൾക്ക് 15 ലക്ഷം രൂപ കിട്ടല്ലേ? ഏത് കച്ചവടത്തിനും ഒരു കമ്മീഷൻ ഉണ്ടാവുമല്ലോ. ഞാനായിട്ട് ഒരു 15 ലക്ഷം കിട്ടുമ്പോ എനിക്ക് ഒരു 2 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ അപ്പൊ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അത് ന്യായമാണ്. വലിയ റിസ്ക് ഇല്ല. ഫോണിൽ നിന്ന് അയച്ചു കൊടുക്കാം. നമ്പർ 99 460 62 189. നമ്പറാ. അതെന്റെ മോന്റെ നമ്പറാ.
അതിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇവിടെ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് തന്നെ കേൾപ്പിക്കണം. കേട്ടല്ലോ? ഓക്കെ. ആ സന്തോഷായില്ലേ? അപ്പൊ സന്തോഷായില്ലേ? നീ പോലീസിനെ വിളിക്കടാ. പോലീസിനെ വിളിക്കാലോ? പോലീസിനെ വിളിക്ക്. 2 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ എത്തിയല്ലോ. എത്തി. അപ്പൊ ഇനി ഞാൻ അവിടെ പോയിരുന്നോട്ടെ? ഞങ്ങൾ പോലീസിനെ വിളിക്കാം. ആ, വിളിച്ചോ. വേഗം വിളിക്കൂ, വേഗം അവിടെ തന്നെ വിളിക്കൂ. ഇരിക്കണേ. ആ, പിന്നെ എന്തായാലും 13 ലക്ഷം രൂപ നമുക്ക് ലാഭം. അതെ, ഏ വിളിക്കണ്ട. ഏ പോലീസ് വരെയൊന്നുമില്ല. ഏ? ഇതൊന്നും ഒരു കേസല്ല. ഞാൻ അങ്ങനത്തെ ഒരു കേസിലെ പ്രതിയല്ല. ഞാൻ തന്നെ എന്റെ ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്ത് ഞാൻ തന്നെ പ്രതിയാന്നും പറഞ്ഞ് ഞാൻ ഇതെടുക്കാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് ഞാൻ അവിടെ വന്നിരുന്നതാ. നിങ്ങൾ എനിക്ക് 2 ലക്ഷം രൂപ തരുമെന്ന് എനിക്ക് അറിയാം. എന്റെ പേരിൽ ഒരു കേസും ഇല്ല. ഒരു കേസുമില്ലേ? ഇല്ല. ഇനി ഈ 2 ലക്ഷത്തിന്റെ പേരിൽ വല്ല കേസ് വന്നാൽ ചിലപ്പോ വരാൻ സാധ്യത. തോക്കിൽ ഉണ്ടയില്ലാണ്ട് പോയി, അല്ലെങ്കിൽ വെക്കാനെ വെടി. ചക്രവാണി, ആ ഇനി ഒരു 8 വർഷത്തേക്ക് ശമ്പളമില്ല. ശരിക്കാ? ആ 8 വർഷത്തേക്ക് ശമ്പളം ഇല്ലാതെ ഇവിടെ ജീവിക്കണേ നല്ലതല്ലേ? മുതലാളിനെ കൊന്നിട്ട് 8 വർഷം ജയിലിൽ പോയി കിടക്കണത്.